നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇങ്ങനെ നിന്നൊരു ക്ലാസ് ചെയ്തിട്ട് ഒരുപാട് ദിവസമായി. അപ്പോൾ ഇന്ന് ഇങ്ങനൊരു ക്ലാസ് ചെയ്യാനുള്ള കാരണം നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ 75 ഡേയ്സ് ടൈം ടേബിൾ നാളെ തുടങ്ങുകയാണ്. അപ്പോൾ നാളെ മുതൽ സെപ്റ്റംബർ 4 വരെ നീളുന്ന ഒരു ടൈം ടേബിളാണ് ഞാൻ തന്നിരിക്കുന്നത്. ആ ടൈം ടേബിൾ പരിശോധിച്ചവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അത് നമ്മുടെ റിവിഷനും കൂടി ഉൾപ്പെടെയുള്ള ടൈം ടേബിളാണ്. റിവിഷനും ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷനുണ്ട്, എല്ലാം കൂടി ഉള്ളൊരു പാക്കേജാണ് ആ ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ടൈം ടേബിൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ ഐക്കാർട്ടിൽ ലിങ്ക് കൊടുത്തേക്കാം. ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ, ജോലി ആത്മാർത്ഥമായിട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ടൈം ടേബിൾ നാളെ മുതൽ ഫോളോ ചെയ്തോളാം. ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ കൂടിയും കുഴപ്പമില്ല, നാളെ തൊട്ട് പഠിച്ചു തുടങ്ങിയാൽ മതി. നമുക്ക് എന്തായാലും കുറച്ച് സമയം തന്നിട്ടുണ്ട്. സെപ്റ്റംബറിലാണ് ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ ഇട്ടിരിക്കുന്നത്, നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. അപ്പോൾ സെപ്റ്റംബറിൽ ടെൻറ്റേറ്റീവ് ഷെഡ്യൂളാണ്, അതായത് നടത്താൻ സാധ്യതയുള്ള ഒരു ഷെഡ്യൂളാണ് അവർ ഇട്ടേക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു മാസം തന്നെ എക്സാം കാണും എന്ന് പ്രതീക്ഷിച്ച് നമുക്ക് പഠിക്കാം. കൂടാതെ സെപ്റ്റംബറിൽ LDC മെയിൻസ് എക്സാമും വരും എന്നുള്ളൊരു സൂചനയാണ് കിട്ടിയിരിക്കുന്നത്. LDC മെയിൻസിൻ്റെയും ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെയും സിലബസ് ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് പ്രിപ്പറേഷൻസും ഒരുപോലെ നടത്തിയാൽ മതി. പക്ഷേ നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് മെയിൻ എക്സാമിന് തന്നെയാണ്. കാരണം മെയിൻ എക്സാമിൻ്റെ മാർക്ക് വെച്ചിട്ടാണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. മറ്റേത് പ്രിലിമിനറി എക്സാമാണ്, ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നല്ല പറയുന്നത്. നമ്മൾ കുറച്ചും കൂടി നമ്മുടെ ഇൻപുട്ട് കൊടുക്കേണ്ടത് മെയിൻ എക്സാമിന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ LDC മെയിൻസിൽ 3 ടോപ്പിക്ക്, ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഇല്ലാത്ത 3 ടോപ്പിക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കേരളം, ഭരണവും ഭരണ സംവിധാനവും, പിന്നെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം, ഭൗതികശാസ്ത്രം, രസതന്ത്രം, സുപ്രധാന നിയമങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ നാളെ തൊട്ട് തുടങ്ങുന്ന 75 ഡേയ്സ് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ എന്തായാലും LDC മെയിൻസും കൂടെ എഴുതുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ടൈം ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ടോപ്പിക്ക് വളരെയധികം കുറച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തിന് ആ ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഇല്ലാത്ത പോർഷൻസ് ഉണ്ടല്ലോ, അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾ പഠിച്ചോളാം. ഓക്കെ, അത് നിങ്ങളുടെ ഒരു കടമയാണ്. ഇനി LDC മെയിൻസ് മാത്രം എഴുതുന്നവർക്ക് വേണ്ടി ഞാൻ ഓൾറെഡി ഒരു 75 ഡേയ്സിൻ്റെ ടൈം ടേബിൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 2 എക്സാമും കൂടി എഴുതുന്നവർ എങ്ങനെ പഠിക്കും എന്ന് ഡൗട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. നിങ്ങൾ രണ്ടും ഒരുപോലെ തന്നെ കൊണ്ടുപോവുക. നാളത്തോട്ട് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ നാളത്തോട്ട് തുടങ്ങുക. ഓൾറെഡി പഠിച്ച് തുടങ്ങിയവർ അത് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, വീണ്ടും നാളത്തോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളവർ നിങ്ങൾ പഠിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അത് Day 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ പറഞ്ഞതുപോലെ അതിലില്ലാത്ത ടോപ്പിക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചു പോയിക്കോളാം. ഓക്കെ, പിന്നെ പറയാനുള്ള കാര്യം പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്തോളുക. അതായത് നമ്മൾ എന്തായാലും ഇത്രയും ഒരു വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആയതുകൊണ്ട് എന്തായാലും പഠിച്ചത് മറന്നു പോകും. അപ്പോൾ ഞാനിപ്പോൾ Day 14 തൊട്ടാണ് റിവിഷൻ, Day 1 തൊട്ടുള്ള റിവിഷൻ ഇട്ടിരിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുന്നിടത്തോളം റിവൈസ് ചെയ്യുക. പിന്നെ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നാളെ Day 1 ആണ്. Day 1 പഠിക്കാനുള്ള ഇന്ന ടോപ്പിക്ക് നിങ്ങൾ എഴുതിയെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ നിങ്ങളുടെ കഴിവ്, അതായത് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിൽ എത്ര ഗ്രാഹ്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്ര സമയം വേണം എന്ന് നിങ്ങൾ തന്നെ നിശ്ചയിക്കുക. ഇപ്പോൾ നാളെ അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് ആണെങ്കിൽ അതിന് എത്ര സമയം വേണം പഠിച്ചു തീർക്കാനും ഒന്ന് റിവൈസ് ചെയ്തെടുക്കാനും, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് വർക്കൗട്ട് ചെയ്യാനും എത്ര സമയം എനിക്ക് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, അങ്ങനെ ഓരോ സബ്ജക്റ്റും. ഇപ്പോൾ രാവിലെയാണ് നിങ്ങളൊരു 6 മണിക്കാണ് പഠിത്തം തുടങ്ങുന്നതെങ്കിൽ 6 മണിക്ക് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ചില സബ്ജക്റ്റ് രാവിലെ ഒന്നും ചിലർക്ക് മാത്സ് പഠിക്കാൻ താല്പര്യം ഉണ്ടാവത്തില്ല, ചിലർക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യം ഉണ്ടാവത്തില്ല. നിങ്ങൾ രാവിലെ നിങ്ങൾക്ക് എന്താണോ പഠിക്കാൻ താല്പര്യം ആ സബ്ജക്റ്റ് എടുത്ത് പഠിക്കാം. ഓക്കെ, പിന്നെ ഒരു ടൈം ബൗണ്ട് വെക്കുക. ഞാൻ ഇത്ര സമയത്തിനുള്ളിൽ പഠിച്ചു തീർക്കും എന്നൊരു ടൈം ബൗണ്ട് വെച്ചിട്ട് പഠിച്ചു തീർക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, പിന്നെ ഇതിൽ LGS മെയിൻസിനും പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ LGS മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു അഡ്വാൻറ്റേജ് എന്താ, നമ്മുടെ 10th ലെവൽ പ്രിലിംസിന് പഠിച്ച അതേ ടോപ്പിക്കുകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അന്ന് പഠിച്ചത് കുറച്ചും കൂടി ആഴത്തിലൊന്നിറങ്ങി പഠിച്ചാൽ മതി. ഓക്കെ, ഇനി നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റിവിഷൻ നടത്താൻ പറ്റിയ, അതായത് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് റിവിഷൻ നടത്താൻ പറ്റിയ ഒരു ആപ്പും കൂടി ഞാൻ പറഞ്ഞു തരാം.
PSC ചലഞ്ചർ എന്നാണ് ഈ ആപ്പിന്റെ പേര്. ഈ ആപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഗെയിമിംഗ് ആപ്പാണ്. അതായത് ഗെയിംസ് എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ ഗെയിം അല്ല, നമ്മുടെ PSC ക്വസ്റ്റ്യൻസ്, നമ്മുടെ GK ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ഗെയിംസ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ എതിരാളിയോട് മത്സരിക്കാൻ പറ്റും. കേരളത്തിൽ അങ്ങോളോ ഇങ്ങോളോ ഉള്ള ഉദ്യോഗാർത്ഥികളായിട്ട് നമുക്ക് മത്സരിച്ച് നമ്മുടെ നിലവാരം വിലയിരുത്താൻ പറ്റും. ഇതിൽ ഇവർ മെയിനായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് LDC മെയിൻസിന്റെ ക്രാഷ് ആഡ് ചെയ്തിട്ടുണ്ട്, ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ക്രാഷ് ആഡ് ചെയ്തിട്ടുണ്ട്, +2 മെയിൻസിന്റെ ക്രാഷും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിവൈസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്ന സമയത്തിനൊന്ന് റിവൈസ് ചെയ്തോളൂ. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ഇനി മലയാളവും ഇംഗ്ലീഷും മാത്സും ഒക്കെ എവിടുന്ന് പഠിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മലയാളം നിങ്ങളുടെ റാങ്ക് ഫയലിൽ തന്നെ മലയാളത്തിൻ്റെ പോർഷൻ ഉണ്ടല്ലോ. ആ മലയാളത്തിൻ്റെ പോർഷൻ ആകെ ഒരു ദിവസം ഒരു പോർഷൻ, ഒരു ടോപ്പിക്ക് മാത്രമേ തരുന്നുള്ളൂ. ഇപ്പോൾ നാളെ ഇപ്പോൾ പദശുദ്ധി ആണെങ്കിൽ പദശുദ്ധി നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ കിട്ടാമോ? നിങ്ങളിൽ ഇപ്പം 2 or 3 റാങ്ക് ഫയൽ കാണും, അതിൽ എല്ലാത്തിലും പദശുദ്ധി ഉണ്ടായിരിക്കും, കോമൺ ആയിട്ടുള്ള കുറേ വേർഡ്സ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പം അത് കളക്ട് ചെയ്ത് എഴുതി എഴുതി പഠിക്കുക. ഇനി വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റ് സോഴ്സുകളുടെ സഹായം തേടുക. പിന്നെ വേറൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ആദ്യം ആ ടോപ്പിക്ക് പഠിക്കുക. പഠിച്ചതിന് ശേഷം യൂട്യൂബ് വീഡിയോസ് ഉണ്ടല്ലോ, യൂട്യൂബ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനൽ, ഇപ്പം എൻ്റെ ചാനൽ തന്നെ ഫോളോ ചെയ്യണമെന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനൽസിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന അധ്യാപകരുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ അവരെടുത്ത ക്ലാസ്സും കൂടി കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് മനസ്സിൽ നിൽക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. GKക്ക് മാത്രമല്ല, എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക, എല്ലാ സബ്ജക്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. എല്ലാം ഒരുപോലെ വെയിറ്റേജ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരാരും വിഷമിക്കണം. നാളെ മുതൽ ദൃഢനിശ്ചയത്തോടുകൂടി പഠിച്ചു തുടങ്ങാം. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം, 2 ദിവസം പഠിച്ചിട്ട് 3ാമത്തെ ദിവസം ഉഴപ്പരുത്. കാരണം ഒരു ദിവസം പോലും നിങ്ങൾക്ക് ഇതിൽ ഗ്യാപ്പ് വരുന്നില്ല. എല്ലാ ദിവസവും നിങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും വീഡിയോസ് ഇടുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ചലഞ്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ 2 ദിവസം ഭയങ്കര വ്യൂസ് ആയിരിക്കും. പിന്നെ ആകുമ്പോഴത്തേക്കും ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു പോകും. അത് ഓരോരുത്തരുടെ ഒരു പ്രവണതയാണ്. അതൊന്ന് മാറ്റി വെച്ചിട്ട് ജോലി വേണം എന്നുള്ള രീതിയിൽ നന്നായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി മനസ്സുറപ്പോടുകൂടി നാളെ എല്ലാവരും തുടങ്ങുക. ഓക്കെ, അപ്പോൾ പിന്നെ വേറൊരു കാര്യം, മോക്ക് ടെസ്റ്റിൻ്റെ കാര്യം. മോക്ക് ടെസ്റ്റ് എല്ലാ ദിവസവും ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം ഓൾറെഡി LDC മെയിൻസിൻ്റെ 75 ഡേയ്സ് ടൈം ടേബിൾ വെച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റ് ചാനലിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് Day 13 ആണ്. ഇന്നത്തെ മോക്ക് ടെസ്റ്റ് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരുന്നത് എന്നുള്ളത് ഞാനൊരു സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആപ്പ് PSC ചലഞ്ചർ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത് അതും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക്